മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ആനന്ദവേളകളിൽ തോളിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുവാൻ, സഹനത്തിൻ്റെ വേനലറുതികളിൽ ഒന്ന് മഴപ്പെയ്ത്തായി തീരുവാൻ, പാപത്തിൻ്റെ പതന വഴികളിൽ പാദം ചലിപ്പിക്കുമ്പോൾ അരുതേ എന്നൊന്ന് പറയുവാൻ, രോഗത്തിൻ്റെ ശയ്യകളിൽ ഞാൻ തളർന്നുറങ്ങുമ്പോൾ ഒന്നെനിക്ക് കാവലായി ഇരിക്കുവാൻ, ജീവിതത്തിൻ്റെ ഊടുവഴികളിലെ ഏകാന്തതകളിൽ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുമ്പോൾ ഞാനുണ്ട് കൂടെ എന്നൊന്ന് പറയുവാൻ, ലോകത്തിൻ്റെ മായകളിൽ മനസ്സുടക്കി പ്രലോഭനത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമരുമ്പോൾ ഒന്ന് കൈത്താങ്ങായി കൂടെ നിൽക്കുവാൻ ഒരു അമ്മയെ വേണ്ടേ നമുക്ക്. നിത്യതയോളവും അതിനപ്പുറവും കൂടെ നടക്കുവാൻ ഒരു അമ്മ. ഈ ഭൂമിയിൽ അമ്മയെന്ന് വിളിച്ച് കൊതി തീരുന്നതിന് മുൻപേ അമ്മയെ നഷ്ടപ്പെട്ടവർക്കും, അമ്മയെന്ന് വിളിക്കുവാൻ ഒരിക്കലും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർക്കും എല്ലാവർക്കുമായി മനുഷ്യന്റെ അമ്മ എന്ന ദാഹത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം അങ്ങ് കാൽവരിയുടെ വിരിമാറിൽ നിന്ന് ഈശോ നമുക്കൊരു സമ്മാനം തന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന്. അതേ പ്രിയമുള്ളവരെ, അന്ന് കാൽവരിയുടെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധി അമ്മ നെഞ്ചിലേറ്റിയതാണ് എന്നെയും നിന്നെയുമൊക്കെ. ആരായിരിക്കണം നമുക്ക് പരിശുദ്ധി അമ്മ? ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവുമാണവൾ. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും. അതെ, ഈശോയെ കണ്ടറിയുവാൻ, വായിച്ചറിയുവാൻ സ്വർഗം നൽകിയ 5-ാമത്തെ സുവിശേഷത്തിന്റെ പേരാണ് പരിശുദ്ധി അമ്മ. നസ്രത്തിലെ കുഞ്ഞു വീട്ടിൽ കുഞ്ഞുണ്ണീശോയുടെ കുഞ്ഞിളം കൈകൾ പിടിച്ച് പിച്ച വയ്ക്കുവാൻ ഉണ്ണീശോയെ പഠിപ്പിച്ച ഒരു അമ്മ. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ക്രൂശിതന്റെ നിഴലായി മാറിയ അമ്മ. ഈശോയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഇത്രയും ഉറപ്പുള്ള മറ്റൊരു കരം നമുക്ക് ലഭിക്കുമോ? ഇല്ലേ ഇല്ല. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു അമ്മയാണ് നമുക്കുള്ളത്. അമ്മയുടെ കരം പിടിച്ചവരൊക്കെ വിശുദ്ധിയുടെ ഉന്നത സോപാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ, തൻ്റെ 4.5 വയസ്സിൽ അവൾക്ക് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ശയ്യാവലംബിയായി തീരുന്ന അവൾ, രോഗിണിയായി തീരുന്ന അവൾക്ക് 1883 മെയ് 13-ാം തീയതി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് പുഞ്ചിരി നൽകിക്കൊണ്ട് സൗഖ്യപ്പെടുത്തിയ അനുഭവത്തെ വളരെ ആത്മാഭിമാനത്തോടെയും സന്തോഷത്തോടെയും തൻ്റെ ആത്മകഥയിൽ അവൾ അത് കോറിയിട്ടിട്ടുണ്ട്. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അവൾ വിശുദ്ധിയുടെ ഉന്നത സോപാനത്തിലേക്ക് എത്തി. നാം തേടുന്നതിന് മുമ്പ് നമ്മെ തേടി വരുന്ന ഒരു അമ്മയെയാണ് നമ്മളിവിടെ കാണുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ മറ്റാരും അറിയുന്നതിന് മുൻപ് വീഞ്ഞിന്റെ കുറവ് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധി അമ്മ. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകളെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുൻപ്, ഒരു പക്ഷേ ഞാൻ പോലും തിരിച്ചറിയുന്നതിന് മുൻപ് മനസ്സിലാക്കി തരുവാൻ, ഏറ്റെടുക്കുവാൻ, കുറവുകളെ നികത്തുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധി അമ്മ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ 9-ാമത്തെ വയസ്സിൽ തൻ്റെ സ്വന്തം അമ്മയെ നഷ്ടപ്പെടുന്ന കൊച്ചു ലോലക്, കരോൾ വോയ്റ്റീവ എന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, തൻ്റെ അമ്മയുടെ മരണശേഷം തൻ്റെ സർവസ്വവും പരിശുദ്ധ അമ്മയായിരുന്നു കരോളിന്. പാറമടയിൽ നിന്ന് സ്വവസതിയിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ജർമ്മൻ പട്ടാള ട്രക്ക് കരോളിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ഒരു ചാലിലേക്ക് രക്തം വാർന്നു വീഴുന്ന കരോൾ. അവിടെ കിടന്ന ഒരു ദൈവാലയത്തിന്റെ അഗ്രത്തിലെ പരിശുദ്ധ അമ്മ നിൽക്കുന്നത് കണ്ട് അമ്മയെ വിളിച്ച് കരോൾ ഇപ്രകാരം പറയുന്നുണ്ട്, മമ്മ മേരി, ഐ ആം ടോട്ടലി യുവേഴ്സ്. പൊടുന്നനെ ഒരു ഡബിൾ ഡെക്കർ ബസ് കടന്നു വരികയും അതിൻ്റെ 2-ാം നിലയിലിരുന്ന ഒരു സ്ത്രീ ഈ അഴുക്കുചാലിൽ കിടക്കുന്ന കരോളിനെ കാണുകയും പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നത് നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പിന്നീട് പരിശുദ്ധ പിതാവായതിനു ശേഷം 1981 മെയ് 13-ാം തീയതി വത്തിക്കാനിൽ വെച്ച് വെടിയേറ്റ് വീഴുന്ന പരിശുദ്ധ പിതാവിനെ ജനക്കൂട്ടത്തിൽ ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ പിതാവിനെ താങ്ങി പിടിച്ചിരിക്കുന്നതായി കാണുന്നതായും നമ്മൾ വായിച്ചിട്ടില്ലേ? അതേ പ്രിയമുള്ളവരെ, ഒരിക്കൽ ആ അമ്മയുടെ കരം പിടിച്ചാൽ പിന്നീട് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്ത അമ്മയാണ് പരിശുദ്ധി അമ്മ. സങ്കടങ്ങളുടെ കരകാണാ കടലിലാണോ നീ?
ഇനി എത്തിപ്പിടിക്കുവാൻ ഒരു കച്ചിത്തുരുമ്പ് പോലുമില്ല എന്ന അവസ്ഥയിലാണോ നീ? സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നിനക്കാരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിലിതാ പരിശുദ്ധ അമ്മ എനിക്കും നിനക്കും വേണ്ടി തൻ്റെ വിമല ഹൃദയം തുറന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ആ അമ്മയുടെ അടുത്തേക്ക് നമുക്കും ഓടിച്ചെല്ലാം. കന്യകമാരുടെ രാജ്ഞി എന്നാൽ എന്ത് എന്ന് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച വിശുദ്ധ യവപ്രാസ്യാമ്മയ്ക്ക് തൻ്റെ 9ാമത്തെ വയസ്സിൽ പരിശുദ്ധ അമ്മ നേരിട്ടെത്തി സംശയ നിവാരണം നടത്തുന്നത് ചരിത്രം സാക്ഷിക്കുന്ന കാര്യമാണ്. പിന്നീട് വിശുദ്ധ യവപ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ പൈശാചിക പ്രലോഭനങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ നേരിട്ട് സഹായത്തിനെത്തുന്നതായി വിശുദ്ധ യവപ്രാസ്യാമ്മ തൻ്റെ ലിഖിതങ്ങളിൽ പലയിടത്തും കോറിയിട്ടിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഒരിക്കൽ വിളിച്ചാൽ പിന്നീട് നമ്മളെ ഒരിക്കലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാണ് നമുക്കുള്ളത്. നമ്മുടെ സംശയങ്ങളിൽ, നമ്മുടെ ആകുലതകളിൽ, നമ്മുടെ പ്രലോഭനങ്ങളിൽ, നമ്മുടെ ഇടർച്ചകളിൽ, തകർച്ചകളിൽ നമുക്കുള്ള കൈത്താങ്ങാണ് പരിശുദ്ധ അമ്മ. നമുക്കും ഈ അമ്മയുടെ കരം പിടിച്ച് ഒന്ന് ശീലിച്ചാലോ? ഇന്ന് എന്താണ് എളുപ്പവഴിയെന്ന് വിശുദ്ധ ലൂയി മോൺഫോർട്ട് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നിരന്തരം ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തി നിത്യനരകാഗ്നിയിൽ വീഴുകയില്ല എന്ന് എൻ്റെ സ്വന്തം രക്തത്തിൽ മുക്കി ഒപ്പിട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന പരിശുദ്ധ അമ്മയായിരിക്കട്ടെ നമ്മുടെ റോൾ മോഡൽ. ലൂക്ക 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുദ്ഘോഷിച്ച പരിശുദ്ധ അമ്മയായിരിക്കട്ടെ നമ്മുടെ സങ്കേതം. മറിയം ഒരു സാധ്യതയാണ്. ജീവിതത്തിന് മിഴിവേകുന്നത് കഴിവുള്ളവരുടെ കൂട്ടുകെട്ടല്ല, മറിച്ച് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ചില ചങ്ക് സൗഹൃദങ്ങളാണ്. ചേർത്തു പിടിക്കുവാൻ ജപമാലയും നിത്യനരകാഗ്നിയിൽ വീഴാതിരിക്കുവാൻ കർമ്മലോത്തിരിയവും നൽകി സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയായിരിക്കട്ടെ എൻ്റെയും നിന്റെയും വഴികാട്ടിയും സംരക്ഷകനും.